ഹലോ! എന്തെല്ലുണ്ട്? ഏ അപ്പോൾ 2 റെസ്റ്റോറൻറ്റ്ന്നായിട്ട് തുടരെ തുടരെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ എനക്കൊരീസം രാത്രി ഫുഡ് കഴിക്കേണ്ടി വന്നേനെ. അപ്പോൾ അങ്ങനെ 2 ഇടങ്ങളിൽ നിന്നായിട്ട് വളരെ ലൈറ്റായിട്ട് കഴിച്ച ഫുഡിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ആദ്യം പോയ ഫുഡ് സ്പോട്ടിൽ ഞാൻ പോകുന്ന വഴിക്ക് നല്ലോണം ബസ്സിനേരം അങ്ങോട്ട് കയറി ചെന്നയാണ്. അങ്ങനെ ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. റാൻഡമായിട്ട് കയറിയതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് സ്പെഷ്യൽ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവരോട് ചോദിച്ചു തരാം. അവരൊരു 3, 4 ഐറ്റംസിൻ്റെ പേര് പറഞ്ഞു. ഞാൻ ആ 4 ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഐറ്റം ദാ ഈ ചിക്കൻ ഷവർമ്മയാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചിക്കൻ ഷീക്ക് റോളും പറഞ്ഞിട്ടുണ്ട്. അവരെനിക്ക് സജസ്റ്റ് ചെയ്തത് 4 ഐറ്റംസ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവരെ മെനു നോക്കിയിട്ട് അവർ പറഞ്ഞതിൻ്റെ പുറമെ ഒരു 2 ഐറ്റം കൂടെ എൻ്റെ വകയായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. എത്ര കാലമായിടാ ഷവർമ്മയിൽ ഇങ്ങനെ നിൽക്കാണ്ട് തിന്നുന്നു. ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കുന്നല്ലേ നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞേ അല്ലേ? അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള റുമാലി റൊട്ടിയിൽ വരുന്ന ചിക്കൻ ചീസ് പ്ലേറ്റ് ഷവർമ്മയാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഷവർമ്മയാണിത്. അതന്നെ അങ്ങോട്ട് ഓർഡർ ചെയ്തത്. അപ്പോൾ അതെടുത്തിട്ട് അവരെല്ലാം സെറ്റാക്കിയതിന് ശേഷം ആ ചൂട് തവേൻ്റെ മേലെ ലേശം ബട്ടറാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു 2 മിനിറ്റ് നേരം കഴിഞ്ഞേരം കറക്റ്റ് ടോസ്റ്റായ സ്പെഷ്യൽ ചിക്കൻ ചീസി ഷവർമ്മ എൻ്റെ മുന്നിലേക്ക് എത്തി. ആ ചിക്കൻ്റെ ഫ്ലേവർ ടോപ്പായിന് കേട്ടോ. പിന്നെ മയോണൈസിൻ്റെ ഫ്ലേവറും സെറ്റ് ചെയ്യുന്നു. ചീസ് കഷ്ണം കഷ്ണമാക്കി ഇട്ടുകൊണ്ട് എല്ലാ സൈഡിലും ഒരേപോലെ ചീസിൻ്റെ ഒരു ഫ്ലേവർ എത്തിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതായിരുന്നു ആ ചിക്കൻ ഷവർമേൻ്റെ കൂടെ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ രണ്ടാമത്തെ ഐറ്റം ചിക്കൻ ഷീക്ക് റോൾ. റുമാലി റൊട്ടിയിൽ മയോണൈസ് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് തക്കാളി, ഉള്ളിയും പിന്നെ കസ്സും ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ ഷീക്ക് കബാബും എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് തരും. അതിന് ശേഷം ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസ് എല്ലാം തൊട്ടപ്പുറത്താടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഷീക്ക് റോൾ കഴിച്ച് നോക്കി ടേസ്റ്റിലും ഉണ്ട്, ഫ്ലേവറിലും കൊള്ളാം. പക്ഷേ ആ ചിക്കൻ ഷീക്ക് കബാബ് ഉണ്ടല്ലോ അത് കുറച്ച് ഓവറായിട്ട് കുക്കായി പോയിരുന്നു എന്ന് എനിക്കൊരു സംശയം. കാരണം ആ കബാബ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കുറച്ചധികം ഡ്രൈ ആയി പോയി കേട്ടോ. അപ്പോൾ ഇതിവിടുത്തെ ബീഫ് ഷീക്ക് റോളാണ്. സെയിം സാധനം തന്നെ ചിക്കൻ ഷീക്കിന് പകരം ബീഫ് വെക്കുന്നത്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ചിക്കനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ. പിന്നെ ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തത് ഒരു അൽഫാമിൻ്റെ ചെസ്റ്റ് പീസാണ്. ആ ഓർഡർ എടുക്കുന്ന നേരം ചങ്ങായി എന്നോട് പറഞ്ഞു നമ്മളെ നോർമൽ അൽഫാമിനേക്കാളും മൂപ്പര് എനിക്ക് സജസ്റ്റ് ചെയ്യുക ഇവരെന്നാ സ്വീറ്റ് ചില്ലി അൽഫാം എന്ന് പറഞ്ഞിട്ടുള്ളൊരായിട്ടാണ് അതെടുത്തോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ അത് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരെ ഡബിൾ സിംഗർ ഡബിൾ ചീസി ബർഗറും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ അകത്ത് 2 തട്ടിൽ സിംഗ ചിക്കനും വരും, അതേപോലെ തന്നെ 2 തട്ടായിട്ട് ചീസും വരുന്നുണ്ട്. ഇതാ കണ്ട, ഒരു തട്ട് ചിക്കൻ വെച്ച് അതിൻ്റെ മേലെ ചീസ് വെച്ചിട്ട് അതിൻ്റെ മേലെ 2 പീസ് ചിക്കൻ വെച്ച് എന്നിട്ട് പിന്നെ ഒരു ചീസും കൂടെ വെച്ചിട്ടാണ് ഈ ബന്നിൻ്റെ മേലത്തെ ക്രൗൺ ബ്രെഡ് മൂടുക, അല്ല ക്രൗൺ ബന്ന് മൂടുക. അത് അപ്പാടന്നെ സെർവ് ചെയ്യില്ലേ, ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ടോസ്റ്റ് ചെയ്ത ശേഷമാണ് സെർവ് ചെയ്യുക. അപ്പോൾ ഞാനവിടെ പോയി ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ബത്തക്ക ജ്യൂസ് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് കിട്ടാൻ ലേശം ലേറ്റ് ആയിന്, പക്ഷേ ലേറ്റ് ആയാലും സാധനം കിട്ടീനെ. അപ്പോൾ എൻ്റെ ഡബിൾ സിംഗർ ഡബിൾ ചീസി ബർഗർ വന്നിട്ടുണ്ട്, 2 ജ്യൂസ് ഉണ്ട്, നമ്മളെ സ്വീറ്റ് ചില്ലി അൽഫാമുണ്ട്, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മന്തി റൈസാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ബർഗർ കഴിച്ച് നോക്കിയാൽ ചിക്കൻ്റെ ഫ്ലേവർ കൊള്ളാം. അത് ആ 2 ചീസിൻ്റെ കൂടെയെല്ലാം വരുമ്പോൾ നല്ല ടേസ്റ്റിലും ഉണ്ട് കേട്ടോ. പക്ഷേ ചിക്കനിൽ വല്ലാണ്ട് ഓയിലിങ്ങനെ ചുഴക്കുന്നുണ്ടേനും കേട്ടോ. പിന്നെ ചിക്കൻ അത്ര ജ്യൂസി ആയിരുന്നില്ലേ ആ പീസ്. അപ്പോൾ അത് കഴിച്ച് അതിന് ശേഷം ഒരു 3, 4, 5, 6 സ്പൂണ് മന്തി റൈസ് എൻ്റെ പ്ലേറ്റിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കക്കിരി ജ്യൂസും പറഞ്ഞിട്ടുണ്ട്, ഒരു വിത്തൗട്ട് ഒരു ക്യാരറ്റ് ജ്യൂസും പറഞ്ഞിട്ടുണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര മഴ തുടങ്ങി. വേഗം തിന്നട്ടെ, ഇനി അടുത്ത സ്ഥലത്തും പോയിട്ട് തിന്നാനില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം പോയിട്ട് കിടന്നുറങ്ങാൻ. അപ്പോൾ ഈ മന്തി റൈസിൻ്റെ മേലെ ആ സ്വീറ്റ് ചില്ലി അൽഫാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആദ്യം കുറച്ച് മന്തി റൈസ് മാത്രം ഒന്ന് കുഴച്ചിട്ട് ഒന്ന് ഒന്ന് കഴിച്ച് നോക്കി. എന്നിട്ട് ആ സ്വീറ്റ് ചില്ലി ചിക്കൻ അൽഫാം ചെസ്റ്റ് പീസിൻ്റെ ഒരറ്റത്തുനിന്ന് ഒരു പീസ് ഇങ്ങനെ പറിച്ച് ഇങ്ങോട്ട് എടുത്തത്. എന്നിട്ട് അതിനൊന്നിങ്ങനെ തിരിച്ച് മറിച്ചിട്ടെല്ലാം നോക്കിയ ശേഷം അത് ആ മന്തി റൈസിൻ്റെ മേലെ വെച്ച് എന്നിട്ട് നൈസായിട്ടൊന്ന് കുഴച്ചിട്ട് ഇങ്ങനെ വാരി എടുത്തിട്ടും കഴിച്ച് നോക്കി. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് കേട്ടോ ചില ആളുകൾ പറയുന്നു നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞാലും അതിൻ്റെ അകത്തുനിന്ന് മാറാൻ പാടില്ല എന്ന്. ഞാൻ മര്യാദയ്ക്ക് ആ ചിക്കൻ അൽഫാം ഓർഡർ ചെയ്തതാണ്. ആ ചങ്ങായി പറഞ്ഞിട്ടാണ് ഈ സ്വീറ്റ് ചില്ലി ചിക്കൻ അൽഫാം ആക്കി. ഈ ചിക്കൻ അൽഫാമിന് ആ സ്വീറ്റ് ചില്ലീൻ്റെ ഫ്ലേവർ ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു കേട്ടോ. വെറുതെ ചങ്ങായിൻ്റെ വർത്താനം കേട്ടിട്ട്. ഇപ്പം സമാധാനമായല്ലേ? അരിയും പോയി മണ്ണെണ്ണയും പോയാലോ. അങ്ങനെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ കഴിച്ചത് ഒരു ചിക്കൻ ടിക്ക സാലഡായിരുന്നു. ഇതങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുള്ള ഒരു ഐറ്റം അല്ല, എന്നാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടെ ആവായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് തന്നെ ഒരു ചൂട് വിത്തൗട്ട് ചായ ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ഊതി ഊതി കുടിച്ച് അവസാനം ആടുന്നൊരു സ്പെഷ്യൽ ഐസ് ടീം കുടിച്ചിന്. അത് അടിപൊളിയായിരുന്നു. അപ്പോൾ സ്പോട്ട് എറണാകുളം എടപ്പള്ളി ലുലുവിൻ്റെ ഏകദേശം തൊട്ടടുത്തുള്ള ബെക്താഷാണ്. ഇവർക്ക് വേറെ 2, 3 ഔട്ട്ലെറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഗൂഗിൾ മാപ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ അവിടെ നിന്നിറങ്ങി പിന്നെ അയിലൂട്ടിയിലൂട്ടിലും കുറച്ച് ഡ്രൈവ് ചെയ്ത ശേഷം നേരെ ഞാൻ വേറൊരു സ്പോട്ടിലേക്ക് പോയി. ആടെ ഏകദേശം ഒരു 8:45, 9 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ടാവേ. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല റെസ്റ്റോറൻറ്റിൽ. എന്നിട്ട് മെനു നോക്കി വെയിറ്ററോടും ചോദിച്ചിട്ട് അവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഐറ്റമാണ് ഈ ഒരു ചെറിയ പ്ലാറ്റർ.
3 ഡിഫറെന്റ് ഫ്ലേവേഴ്സിൽ വരുന്ന ഒരു ചിക്കൻ വിങ്സിന്റെ പ്ലാറ്ററാണ് ഈ ഐറ്റം. അപ്പോൾ അത് കഴിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല തണുത്ത ബത്തക്ക ജ്യൂസ് വിത്തൗട്ടും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ബാർബിക്യൂ ഉണ്ട്, മെക്സിക്കൻ ഉണ്ട്, പിന്നെ നോർമൽ. നോർമൽ എന്ന് പറയുന്നത് സാധാരണ ചിക്കൻ അൽഫാമിലെല്ലാം വരുന്നില്ലേ, ആ ഒരു ഫ്ലേവർ. 3 ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മെക്സിക്കൻ ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. ആ ചിക്കൻ വിങ്സെല്ലാം നല്ല ജ്യൂസിയാനും പിന്നെ ഫ്ലേവർ ഉണ്ടല്ലോ, അതങ്ങനെ ചിക്കൻ്റെ അങ്ങ് ഉള്ളിലോട്ട് വരെ പോയിട്ട് ആ എല്ലിൻ്റെ അറ്റത്ത് വരെ ഇങ്ങനെ ഇങ്ങനെ ആ എല്ലിങ്ങനെ ആക്കുമ്പോൾ ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എടുത്ത ഭയങ്കര സ്പെഷ്യലായിട്ടെന്ന് ഇവർ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ ഓർഡർ ചെയ്തൊരു ഐറ്റമാണ് ഇതാ ഇവിടുത്തെ ഈ ബീഫ് ഫ്രൈ. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലാണെന്നൊന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ മൊത്തത്തിലുള്ള ആംബിയൻസ് കാണുമ്പോൾ ഒരു കഫേ പോലെയുണ്ട്, പക്ഷേ സ്പേസ് കാണുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട് കേട്ടോ. എന്തായാലും ഞാനിതിനെ കഫേന്ന് വിളിക്കാം. അപ്പോൾ ഒരു കഫേന്ന് ആദ്യമായിട്ടാണ് ഇത്രയും നാടൻ ടേസ്റ്റുള്ള ഒരു അടിപൊളി ബീഫ് ഞാൻ കഴിക്കുന്നത്. ചെറുനാരങ്ങ നല്ലോണം പിഴിഞ്ഞ് ആ സോഫ്റ്റ് ബീഫ് റുമാലി റൊട്ടിയിൽ വെച്ച് തന്നിട്ട് അതിൻ്റെ അകത്തൊരു ചെറിയ കഷ്ണം ഉള്ളിയും വെച്ചിട്ട് കഴിക്കാനുണ്ടല്ലോ, ഊഫ് എൻ്റെ അമ്മോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത് ഏകദേശം ഒരു പകുതി കഴിക്കുമ്പോഴത്തേക്കന്നെ ഏറെക്കുറെ മത്തായിന് കേട്ടോ. എന്നിട്ടും 3/4 90% കഴിച്ചതിന് ബാക്കി കുറച്ച് ബാക്കിയുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ കഴിച്ചത് ഇവരെ ഈ സ്പെഷ്യൽ കുബൂസിൽ വരുന്ന ഈ ഷവർമ്മയാണ്. നല്ലപോലെ ടോസ്റ്റ് ചെയ്തിട്ട് വരുന്ന നല്ല സോഫ്റ്റ് കുബൂസിനും പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ചിക്കനും കുഴപ്പമുണ്ടായിട്ടില്ല. ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും കുഴപ്പമുണ്ടായിട്ടില്ല. എന്നിട്ട് ഞാൻ കഴിച്ചത് ഇവിടുത്തെ ഈ ബീഫ് റിബ്സ് മന്തിയാണേ. ബീഫിൻ്റെ വാരിയൽ മന്തി. കാര്യം ഞാൻ ഒറ്റക്കാണെങ്കിലും കഴിക്കാൻ ഇത് സിംഗിൾ പോർഷൻ ഇല്ല കേട്ടോ. അതായത് ക്വാർട്ടർ ഇല്ല, ഹാഫ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹാഫ് ഓർഡർ ചെയ്തു. 2 പീസ് ബീഫിൻ്റെ വാരിയല് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഒരു ഹാഫ് പോർഷൻ മന്തി റൈസും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ബീഫിൻ്റെ വാരിയലിൻ്റെ കുറച്ച് നല്ലോണം ഇറച്ചിയുള്ള ഭാഗത്തുനിന്ന് ചെറിയൊരു കഷ്ണം മന്തി റൈസിൻ്റെ കൂടെല്ലാം വെച്ചിട്ട് കഴിച്ച് നോക്കിയേ. ആ മന്തി റൈസിൻ്റെ ഫ്ലേവർ എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല, ഒരു ആവറേജ്. എന്നാൽ അങ്ങനെ തീരെ മോശമല്ല, ഒരു ആവറേജ്. സാധനം മനസ്സിലായില്ലേ? പിന്നെ നമ്മളെ ബീഫ് റിബ്സ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കഴിച്ചത് ആദ്യം ഇതില്ലേ, നമ്മളെ ആ ചിക്കൻ വിങ്സ് വാങ്ങിച്ചിട്ടില്ലേ, അതിൻ്റെ അകത്തുള്ള ഒരു ഫ്ലേവറിൽ വരുന്ന ഇവിടുത്തെ ചിക്കൻ അൽഫാമാണ്. ഇതും ചെസ്റ്റ് പീസ് മതി എന്ന് പറഞ്ഞു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കുബൂസും. അപ്പോൾ അത് ചൂടോടെ അപ്പാടനെ അങ്ങോട്ട് കഴിച്ച് നോക്കിയേ. അൽഫാം കറക്റ്റായിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഫ്ലേവറും സെറ്റനും അൽഫാമിൻ്റെ അങ്ങ് ശരിക്കങ്ങ് നേരത്തെ ആ വിങ്സിനെ പറ്റി പറഞ്ഞ പോലെ അങ്ങ് ഉള്ളിലോട്ട് വരെ പോയിട്ട് ആ എല്ലിൻ്റെ ഏകദേശം അറ്റം വരെ എത്തിയിട്ടുമുണ്ട്. നമ്മൾ സാധാരണ പറയില്ലേ ഒരു ഒരു സുഖമുള്ള വേദന അല്ലെങ്കിൽ സുഖമുള്ള നോവ് എന്നല്ലോ. അതുപോലെ ഇതിനൊരു സുഖമുള്ള എരിവുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീണ്ടും വീണ്ടും കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു എരിവ്. അതിന് ശേഷം ഒരു ഗ്ലാസ് ചൂട് ചായ കുടിച്ചിട്ട് ഇവിടുത്തെ ഒരു നീല നിറത്തിൽ വരുന്ന ഒരു മൊയ്റ്റോം കുടിച്ച്. ആ മൊയ്റ്റോ കുടിക്കുന്നതിനിടയ്ക്ക് തൊട്ടപ്പുറത്തെ ടേബിളിൽ ഇരുന്ന് കുറച്ച് ചെക്കന്മാർ ഒരു ഷവർമ്മ കഴിക്കുന്നുണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഫിഷ് ഷവർമ്മയായിരുന്നു. അപ്പോൾ ഞാനും ഓർഡർ ചെയ്തു ഒരു ഷവർമ്മ. ആ കാഴ്ച ഞാൻ കണ്ടത് നന്നായി, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമായി പോയേനെ. അപ്പോൾ അതല്ലായിരുന്നു ഞാൻ ഈട്ന്നും ആട്ന്നെല്ലാമായിട്ട് കഴിച്ചത്. അതിന് ശേഷം ഞാൻ പോയി കിടന്നുറങ്ങിയേ. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് എറണാകുളം കടവന്ത്രയിലുള്ള ചാർക്കോൾ ഷാക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. ഗൂഗിൾ മാപ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്